എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കൊണ്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നല്ല മീൻ കിട്ടിയപ്പോൾ ചെയ്തൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും ഒക്കെ ടേസ്റ്റാണ് നമ്മൾ ഫിഷ് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ. ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫിഷ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നെയ്മീനോ അല്ലാന്നുണ്ടെങ്കിൽ സീ ബ്രീമോ ഒക്കെ നല്ലതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സീ ബ്രീം എന്ന് പറയുന്ന മീനാണ്. ഇത് നല്ല നെയ്യുള്ള ഒരുപാട് മുള്ളില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അധികം എരിവില്ല, നല്ലൊരു കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ വറക്കുമ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കുറവ് കായപ്പൊടി. ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ വറക്കുന്നതിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മീൻ നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ മീനാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 1 കിലോ മീൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് വെള്ളം ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലൊരു കുഴമ്പ് പരുവത്തിൽ നമ്മളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, 2-3 ടീസ്പൂൺ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മീനിന് നല്ലൊരു കോട്ടിങ്ങും കിട്ടും, അത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നമ്മളിപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. മീൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും ബിരിയാണിക്ക് നല്ലത്. ഞാനിവിടെ 2 വലിയ സീ ബ്രീമാണ് എടുത്തിട്ടുള്ളത്. നെയ്മീനൊക്കെ നല്ല ടേസ്റ്റാണ് ബിരിയാണി തയ്യാറാക്കാനായിട്ട്. ഇവിടെ നെയ്മീൻ അങ്ങനെ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ മീൻ എടുത്തത്. ഇതും നല്ല നെയ്യുള്ള ഒരു മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറക്കുന്ന ആ ഒരു എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എണ്ണയും നെയ്യും കൂടെ ചേർന്നൊരു ഓയിലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ മതിയാകും. അപ്പോൾ ബാക്കി വരുന്ന മസാലയൊക്കെ മീനിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ അവിടെ വറക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകമാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനെയുള്ള മല്ലിയാണ്. 3 ഏലക്കായ, ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, അതുപോലെ ഒരു ചെറിയൊരു തക്കോലം, പിന്നെ ഒരു ജാതിപത്രിയുടെ ഒരു പകുതി. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇത് നന്നായിട്ട് വറുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അത് മാറ്റി വെക്കാം. ഈ ഒരു സമയം മീനിൻ്റെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുക്കി പൊരിക്കുമ്പോൾ ഈ മസാലയൊക്കെ എണ്ണയിലങ്ങ് പോവും. അപ്പം അതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ കുറച്ച് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ കോട്ട് ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു മീനിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് നല്ല ക്രിസ്പിയാണ്. അതുപോലെ നല്ല ഒരു കോട്ടിങ് അതിന് പുറത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ മീനിപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ ഇല്ലാതെ തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഫിഷ് മസാലയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ മീനെല്ലാം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ ഈ മീനിൽ ചേർക്കുന്ന എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മീഡിയം എരിവിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ മീനും നമ്മൾ ഇതുപോലെ വറുത്ത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കണം. സവാള എന്ന് പറയുമ്പോൾ ഞാനിവിടെ വലിയ 2 സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ഇപ്പോൾ എടുക്കുന്നത്. ബാക്കി പച്ചമുളക് നമ്മൾ അരി വേവിക്കുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സവാളയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് ഒന്ന് മാറ്റിയെടുക്കണം.
നമ്മൾ ഒരുപാട് എണ്ണയിലല്ല ഇതിപ്പം വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ മീനിൽ നല്ലതായിട്ട് എണ്ണയുണ്ട്. നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നന്നായിട്ട് പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറു തീയിലിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ മസാല, അതിൽ നിന്നും ഒരു 3-4 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മസാലയുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മസാലയുടെ കുത്തായിപ്പോൾ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അധികം പുളിയില്ലാത്ത ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തൈര് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയിലയാണ് കൂടുതൽ ഇടേണ്ടത്, പുതിനയില അതിനെക്കാട്ടിലും കുറച്ച് മതി. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണി മസാല ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു മസാലയുടെ പേസ്റ്റാക്കി നമ്മളുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്നിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം മസാലയൊക്കെ. മീനൊന്നും പൊടിഞ്ഞു പോവില്ല. നമ്മൾ ആ ഒരു കോൺഫ്ലവർ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മീൻ പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 1 കിലോ മീനിൻ്റെ അളവിലാണ് ബിരിയാണി ചെയ്തിട്ടുള്ളത്. ഒരു 4-5 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ബിരിയാണിയാണിത്. 4-5 അല്ല, അതിൽ കൂടുതൽ കഴിക്കാം. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ മീനിൽ നന്നായിട്ട് കോട്ടാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി എല്ലാം കുക്കായതാണ്, എങ്കിൽ കൂടി ആ മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. റൈസ് എപ്പോഴും നമ്മൾ ചൂടോടുകൂടി തന്നെ വേണം ദം ചെയ്യാനായിട്ട്. അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ നെയ്ച്ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മുഴുവനെയുള്ള ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ മസാലകൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വളരെ കുറച്ച് അളവിലാണ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുത്തു. അതുപോലെ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് തക്കോലം, ജാതിപത്രി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിലേക്ക് അരിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അരി ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ വറ്റിച്ചാണ് ചോറ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇതൊന്ന് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി ഇപ്പം നന്നായിട്ട് നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്നും ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 9 മുതൽ 10 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് കുക്കായി കിട്ടാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അരിയിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമയം കൂടെ കാണും, പക്ഷേ നമുക്കത് കുഴപ്പമില്ല. നമ്മൾ ദം ചെയ്യുമ്പം അരിക്ക് കുറച്ചൊരു വെള്ളമയം വേണം, അപ്പോഴാണ് ബിരിയാണി നല്ലൊരു മയത്തിൽ കിട്ടുക. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അരി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീയിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഉടനെ തന്നെ നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അരി ചൂടോടുകൂടി തന്നെ ലെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ലെയർ ചെയ്യാനായിട്ട് ഒരു അടി കെട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മീനിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതിന് താഴെയായിട്ട് നെയ്യൊന്ന് തടയി കൊടുക്കുകയാണെങ്കിൽ അടിയിലൊട്ട് പിടിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത് അടിയിലൊട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ മസാലയിൽ നല്ലതായിട്ട് ഓയിലുണ്ട്. മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുക. ലെയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് ബിരിയാണിയിൽ അതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വറുക്കുന്നത് എന്നുള്ളത് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളി ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പൈനാപ്പിൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ മല്ലിയില, പുതിനയില, പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് നമ്മൾ നേരത്തെ പൊടിച്ച ഒരു ഗരം മസാലയിൽ നിന്നും ഒരു നുള്ളെടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. അവസാനമായിട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ലെയർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ദം ചെയ്തെടുക്കാം. ഇനി ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ഈ ഒരു റൈസ് നല്ല മോയിസ്റ്റാണ്. നമ്മൾ വറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറുമാണ്. അതുപോലെ തന്നെ ആ ഫിഷ് മസാലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മുള്ള് അധികമില്ലാത്ത ദശക്കട്ടിയുള്ള ഏത് മീനും നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നെയ്മീൻ, ചൂര, അതുപോലെ തന്നെ ഈ സീബ്രീം ഒക്കെ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്